ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ കുറുമ കറി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടാലോ. അതിനായി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലയും ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, ഗ്രീൻ പീസ് ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഈ പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പച്ചക്കറി വേവുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഇഞ്ചി, വെളുത്തുള്ളി, എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങയും ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുറുമക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് പാലപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.